ആമ്മ ഓ ഞാൻ എത്തി വീടിന്റെ മുമ്പെത്തി. ഇല്ലെന്നേ ബസ്സിലാ വന്നേ, ഓട്ടോ ഒന്നും കിട്ടിയില്ല. കല്ലെന്തേലും കഴിച്ചാമ്മ? ദൈവമേ, ഈ കൊച്ചൊന്നും കഴിച്ചില്ല ഇതുവരെ. ഇനി ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും, മിഠായി മേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കും. അതൊന്നും മേടിച്ചു കൊടുക്കരുത് കേട്ടോ. അമ്മയൊന്നും കഴിച്ചില്ലല്ലോ, അമ്മയും കഴിക്കും. ശരി എന്നാ ഞാൻ വിളിക്കാം. എവിടെ പോയതാ? ഞാൻ ജസ്റ്റ് നമ്മുടെ പാറമടയുടെ സൈഡിലോട്ടൊന്ന് പോയതാണ്. ഞാൻ നമ്മുടെ ഇങ്ങനെ ഇവിടെ നിന്നപ്പോഴേ രണ്ട് പിള്ളേർ അങ്ങോട്ട് പോണു. ഡ്രൈവേഴ്സ് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. അത് അങ്ങോട്ട് പോയപ്പോ എനിക്ക് എന്തോ ഒരു വശവശം അടിച്ച് ഞാൻ പുറകെ പോയതാണ്. എനിക്കെന്തോ അങ്ങോട്ട് സെറ്റായില്ല. എവിടെയുള്ള പിള്ളേരെ ആന്ന് പറഞ്ഞൂടാ, എവിടെ ഉള്ളതോ എന്തോ. പിള്ളേര് അവിടെ എവിടെയെങ്കിലും ഇരിക്കത്തേടാ, നിനക്കെന്താ? ഇരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് പണ്ടത്തെ കാര്യം ഓർമ്മയില്ലേ? എന്ത് കാര്യം? ഒരുത്ത അവിടെ പോയി കിടന്നുറങ്ങിയിട്ട് രാത്രി വിളിച്ചോണ്ടിറങ്ങി ഓടിയത്. ആ ഏത് കാര്യം? ചേച്ചി ഇത് കേട്ടിട്ടില്ല? ഞാൻ ചേച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ചേച്ചി ആ സ്ഥലവേ ഒരുമാതിരി വശവശ പിടിച്ച സ്ഥലമാണ്. രാത്രി ഭയങ്കര നെഗറ്റീവ് ആണ് അവിടെ. രാത്രി ഭയങ്കര നെഗറ്റീവാ? ഓ, അപ്പൊ പകല് നെഗറ്റീവ് എവിടെ പോകും? സദ്യ ഉണ്ടാൻ പോവും? പകല് നെഗറ്റീവ് എവിടെയും പോവില്ല. പകല് നെഗറ്റീവ് ഒക്കെ ഉണ്ട്, പക്ഷെ രാത്രിയുടെ അത്ര ഇല്ല എന്നാണ് എന്റെ വിഷയം. സാറിന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇല്ലല്ലോ. അല്ല അന്നേ ഒരു ദിവസം ഞാൻ ചൂണ്ടയിടാൻ പോയത്. ചൂണ്ടയിടാൻ പോയ സമയത്ത് ഞാൻ സമാധാനമായിട്ട് ചൂണ്ടയിട്ടോണ്ടിരിക്കുന്ന സമയത്ത് ടക്കനൊരു വിളി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരൊറ്റ മനുഷ്യനവിടെ കാണാനില്ല. ആര് നിനക്ക് തോന്നിയായിരിക്കും? അല്ല സീരിയസ് ആയിട്ടൊന്ന്. എടാ പോടാ, നിന്നെ പോലുള്ളവന്മാരാണോ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ പേടിപ്പിക്കണത്? ഓ തന്നെ അനുഭവം വരുന്നിടം വരെയും വിശ്വാസം ഒന്നും കാണൂല. അനുഭവം അങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഉള്ളംകാല് പോലെ ഒന്ന് വിറക്കി. ആദ്യ അനുഭവം വരട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. ഓ ശരി, നടക്കങ്ങോട്ട്. നേരെ ഒക്കെ നടക്കടാ. നടക്കാം. ചേച്ചി, ഞാൻ പറഞ്ഞതുള്ള കാര്യമാണ് കേട്ടോ. എന്ത് കാര്യം? പാറമടയിലെ കാര്യം. ഒന്ന് പോടാ അവിടെ. പക്ഷെ സത്യമായിട്ട് അവിടെ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. പോയേ യേശു, വേറെ എന്തെങ്കിലും പറയാണെങ്കിൽ പറ. ഓ ശരി, വേറെ എന്തെങ്കിലും പറ. ചേച്ചി ഹായ്. ഹായ് ചേച്ചി, കല്ലുവിനെ കൊണ്ടുവന്നില്ലേ? കല്ലുവിനെ കൊണ്ടുവന്നില്ല, കല്ല് കുഴിപ്പള്ളത്ത്. കല്ലുവിനെ കൊണ്ടുവരാഞ്ഞെന്ത്? അതിനെ വിളിച്ചിട്ട് വരണ്ടേ അവള്? லெச்சு நீங்க இல்லாம ஏதோ மாதிரி இருந்தது. സിദ്ധു എവിടെ മോളെ? അവൻ കൊടുങ്ങല്ലൂർ എന്തോ പോയേക്കുവാ മോമ്മ, എന്തോ വണ്ടി നോക്കാൻ വേണ്ടി. എന്ത് വണ്ടി ചേച്ചി? എന്ത് വണ്ടിയാന്ന് അറിയാൻ പാടില്ല. അവന്റെ കൂട്ടുകാരനെ അവന്റെ വണ്ടി എന്തോ വിൽക്കാനിട്ടേക്കുന്നു. അപ്പൊ അതിന്റെ വിലയൊക്കെ എന്തോ നോക്കാൻ വേണ്ടി പോയതാ. നല്ല കാര്യം. ചേച്ചി, ഞാൻ പറഞ്ഞ കാര്യം ചേച്ചി അങ്ങനെ മനസ്സിലോട്ട് എടുത്തിട്ടില്ല എന്നെനിക്കറിയാം. കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുത്താൽ മതിയല്ലോ. ഈ പൊട്ട വിശ്വാസമൊക്കെ ആർക്ക് വേണം? ചേച്ചി പൊട്ട വിശ്വാസമൊന്നുമല്ല. പാറമടയിലെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പാറമടയിലെ പമ്പ പ്രശ്നമാണ്. ഓ എടാ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നീയാണിപ്പോ. ഓ ശരി, ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്തുവാ കാര്യം പറ. എന്റെ അമ്മൂമ്മ ഈ മണ്ടങ്ങോണാപ്പി പറയാ പാറമടയിൽ പ്രേതശല്യം ഉണ്ടെന്ന്. ഇത് പൊട്ട കഥയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാ. ഇല്ല അമ്മൂമ്മ. കേട്ടിട്ടുണ്ടോ? അവിടെ ആരോ വീണ് മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മള്? അതിപ്പോ കേക്ക് മാത്രല്ല, ഞാൻ ഡെഡ് ബോഡി കണ്ടിട്ടുമുണ്ട്. എന്നും പറഞ്ഞ് മരിച്ചാളുടെ പ്രേതം അവിടെ കിടന്ന് റോള് കളിക്കുവാണോ? അല്ലല്ലോ. ഓ വിശ്വസിക്കാതിരിക്കുവാണെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറയാൻ പറ്റും. രാത്രി അവിടെ പോയി നിൽക്കാൻ പറ്റൂ? നട്ടുച്ചക്ക് ഒരു മണിക്കൂർ അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ മാഡത്തിനെ കൊണ്ട്? ഹലോ സാറെന്നെ വെല്ലുവിളിക്കുവാണോ? ഓ പിന്നെ വെല്ലുവിളിച്ചാ ഇപ്പൊ അങ്ങ് ഏറ്റെടുക്കും. ഏറ്റെടുക്കാനേ ഞാൻ റെഡിയാ, ഞാൻ പോയി നിക്കാം. ഓ പാറമടയുടെ അവിടെ രാത്രി ഞാൻ പോയി നിക്കാന്ന്. லெச்சு രാത്രിനാ? നട്ടരാത്രി 12 മണിക്കാ? 12 മണിക്കൊന്നും അവിടെ പോയി നിക്കാൻ എനിക്കൊണ്ട് പറ്റിയൊന്നുമില്ല. എനിക്ക് കിടന്ന് ഉറങ്ങണം. 8 മണിയാകുമ്പോ ഇരുട്ടാവുമല്ലോ. ഞാൻ 8 മണിയാകുമ്പോ പോയി നിന്നോളാം. പ്രശ്നം തീർന്നില്ലേ? 8 മണിക്കൊന്നും പോയി നിൽക്കണ്ട, ഒരു 7 മണിക്കൊക്കെ പോയാൽ നിന്നാ മതി. ഒരു മണിക്കൂർ ഒറ്റയ്ക്ക് നിൽക്കണം. പറ്റൂ? പറ്റും. ഓ പറ്റണ്ട. പറ്റു വെക്കാം. എന്ത് തരും? 500 രൂപ. ഉറപ്പാണോ? ഉറപ്പായിട്ടും ഇന്ന് തന്നെ പോയി നിൽക്കണം. ഇന്ന് തന്നെ പോയി നിക്കാം. ലച്ചു
വേണോ ലച്ചു ഒന്ന് പോയേ ആന്റി. ലച്ചു ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവല്ലേ. എന്റെ അമ്മൂമ്മ, ഈ ലച്ചുവിനുണ്ടല്ലോ പേടി എന്ന് പറഞ്ഞ സാധനമില്ല, അതുപോലെ തന്നെ അന്ധവിശ്വാസം.